ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഓട്ടോമാറ്റിക് വാട്ടർ ടാപ്പാണ്. അതായത് നമ്മളിങ്ങനെ കൈ കാണിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ തനിയെ വെള്ളം വരുന്ന ഒരു ടാപ്പ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു 12012 500 മില്ലി ആംപിയറിൻ്റെ ട്രാൻസ്ഫോമർ, 1N4007 3 ഡയോഡ്, ഒരു 1025 വോൾട്ട് കപ്പാസിറ്റർ, ഒരു 2.2K റെസിസ്റ്റർ, ഒരു 10K റെസിസ്റ്റർ, ഒരു 1K റെസിസ്റ്റർ, ഒരു 220 ഓമിൻ്റെ റെസിസ്റ്റർ, BC547 ട്രാൻസിസ്റ്റർ, 2 IR LED, ഒരു റെഡ് LED, 0.1 മൈക്രോ ഫാരഡിൻ്റെ ഡിസ്ക് കപ്പാസിറ്റർ, 10Kയുടെ ഒരു വേരിയബിൾ റെസിസ്റ്റർ, ഇതിനെ പ്രീസെറ്റ് എന്നും പറയും, ഒരു LM358 ഓപ്പ്-ആമ്പ് IC, ഒരു 7805 വോൾട്ടേജ് റെഗുലേറ്റർ, ഒരു റിലേ, ഒരു കോൺ PCB. ഇതുപോലത്തെ ഒരു മോട്ടർ വേണം. ഇത് അക്വേറിയത്തിനകത്ത് ഉപയോഗിക്കുന്ന സബ്മേഴ്സിബിൾ പമ്പാണ്. ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട്. നമുക്കിനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 230 വോൾട്ട് AC സപ്ലൈ കൊടുക്കണം. അത് ട്രാൻസ്ഫോമറിൽ 12 വോൾട്ട് ഔട്ട്പുട്ട് വരും. അപ്പോൾ അതിനെ റെക്ടിഫൈ ചെയ്തിട്ട് ഇവിടെ DC ആകും. ഇത് 5 വോൾട്ട് വോൾട്ടേജ് റെഗുലേറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ 5 വോൾട്ടാണ് വരുന്നത്. അപ്പോൾ ഈ 5 വോൾട്ട് വെച്ചാണ് നമ്മുടെ സെൻസർ സർക്യൂട്ടൊക്കെ വർക്ക് ചെയ്യണം. നമ്മുടെ സെൻസർ സർക്യൂട്ടിൽ മെയിനായിട്ട് വരുന്നത് 2 IR LED അതുപോലെ LM358 ഒരു ഓപ്പ്-ആമ്പും. അപ്പോൾ ഈ IR LED ഒരു 220 ഓം റെസിസ്റ്റർ വഴി നമ്മുടെ 5 വോൾട്ട് സപ്ലൈയിലോട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് IR റൈസ് എമിറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസ്മിറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ LED നമ്മുടെ ഓപ്പ്-ആമ്പിൻ്റെ നോൺ ഇൻവെർട്ടിംഗ് പിന്നിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ LED ആണ് റിസീവർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് ഈ LEDകൾ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഈ IR ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞ റേസ് നമ്മൾ ഈ കൈ ഇതിനകത്ത് കാണിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മളെ കൈ തട്ടിയിട്ട് അതിനെ റിഫ്ലക്റ്റ് ചെയ്ത് അത് ഈ റിസീവറിൽ വരും. അപ്പോൾ അങ്ങനെ റിസീവറിനത് ചെറിയൊരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ LEDയിലാണ് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ വോൾട്ടേജ് നമ്മുടെ ഈ ഓപ്പ്-ആമ്പിൻ്റെ നോൺ ഇൻവെർട്ടിംഗ് പിന്നിലെത്തും. ഈ ഓപ്പ്-ആമ്പിൻ്റെ ഇൻവെർട്ടിംഗ് പിന്നിലോട്ട് ഒരു റെഫറൻസ് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ 10Kയുടെ പ്രീസെറ്റ് വഴി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ഓപ്പ്-ആമ്പ് ഒരു കമ്പറേറ്ററായിട്ടാണ് വർക്ക് ചെയ്യണത്. അതുകൊണ്ട് എപ്പോഴാണ് ഈ നോൺ ഇൻവെർട്ടിംഗ് പിന്നിലെ വോൾട്ടേജ് ഇൻവെർട്ടിംഗ് പിന്നിനേക്കാൾ ഹൈ ആവണത്, ആ സമയത്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആവും. കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നാമത്തെ പിന്നിലാണ്. ഈ ഒന്നാമത്തെ പിന്ന് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഒരു LED ആയിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ ട്രാൻസിസ്റ്റർ ഓണാവും, അതുപോലെ തന്നെ LED ഓണാവും. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ നമ്മൾ റിലേയിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്റർ ഓൺ ആയി കഴിഞ്ഞാൽ റിലേ ഓണാവും. ഇനി നമ്മുടെ ഈ പമ്പ് വയർ ചെയ്തിരിക്കുന്നത് റിലേയുടെ കോണ്ടാക്ട് വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് റിലേ ഓൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ പമ്പ് ഓണാവും. അപ്പോൾ അങ്ങനെ ടാപ്പിൽ കൂടെ വെള്ളവും വരാൻ തുടങ്ങും. ഇനി നമ്മൾ ഈ കൈയെടുത്ത് മാറ്റുന്ന സമയത്ത് ഈ IR LEDയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ ബീം കട്ടാവും. അപ്പോൾ അങ്ങനെ അതിനകത്തുള്ള വോൾട്ടേജ് 0 ആവും. അപ്പോൾ ഈ കമ്പറേറ്ററിൻ്റെ നോൺ ഇൻവെർട്ടിംഗ് പിന്നിലുള്ള വോൾട്ടേജ് ഇൻവെർട്ടിംഗ് പിന്നിലുള്ള വോൾട്ടേജിനേക്കാൾ ലോ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് 0 ആവും. അപ്പോൾ അങ്ങനെ നമ്മുടെ ട്രാൻസിസ്റ്റർ ഓഫായി പോയിട്ട് റിലേ ഓഫായി നമ്മുടെ പമ്പ് ഓഫായിട്ട് അങ്ങനെ വെള്ളം വരണ നിൽക്കും. നമ്മുടെ കമ്പോണൻസ് എല്ലാം കൂടെ ഒരു കോമൺ PCBയിൽ അസംബിൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ സെൻസർ സർക്യൂട്ട് സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ഇതുപോലെ റെഡിമെയ്ഡ് PCB വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ ഇതൊരു ഫുൾ കിറ്റായിട്ടും ഓൺലൈനിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് അവരൊരു ചെറിയൊരു DC പമ്പും കൂടെ കൊടുത്തിട്ടുണ്ട്, സബ്മേഴ്സിബിൾ ടൈപ്പ് തന്നെ. ഇത് നമുക്ക് ഓട്ടോമാറ്റിക് സാനിറ്റൈസറിന് ഉപയോഗിക്കാം, അതുപോലെ ടാപ്പിന് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇതിലൊരു 5 വോൾട്ട് സപ്ലൈ മാത്രം കൊടുത്താൽ മതി. നമുക്കിനി നമ്മുടെ ട്രാൻസ്മിറ്റർ LEDയിൽ ഒരു സ്ലീവ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇതിലെ ലൈറ്റ് ഡയറക്റ്റായിട്ട് റിസീവർ LEDയിലോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ഈ 2 LEDയും കൂടെ ഇതുപോലെ അടുപ്പിച്ച് സെറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു വയർ ഈ LEDയിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. ഈ വയറിൻ്റെ മറ്റേ അറ്റം നമുക്ക് PCBയിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ട്രാൻസ്ഫോമർ കണക്ട് ചെയ്യണം. നമുക്കിനി ഇതിലൊന്ന് സപ്ലൈ കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമുക്കിനി ഈ പ്രീസെറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ റെഫറൻസ് വോൾട്ടേജ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ആ ഗ്രൗണ്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തോട്ട് ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ തിരിച്ച് ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ LED കത്തും. ആ കത്തനടുത്ത് നിർത്തിയിട്ട് ഒരല്പം ഒന്ന് ബാക്കിലോട്ട് തിരിക്കുക. അപ്പോഴത്തേക്ക് ഇതാണായി. അപ്പോൾ ആ പോയിന്റിലാണ് നമ്മളിതിന് പ്രീസെറ്റ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഇനി നമുക്കിതിൽ കൈ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കൈ നമ്മൾ ആ സെൻസറിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് ആ LED കത്തുന്നുണ്ട്. നമുക്കിനി ഇതിനെ ഈ ബോക്സിൻ്റെ അകത്ത് ആക്കണം. അപ്പോൾ ഇതിൽ റെഡും ബ്ലാക്കും വയർ വരുന്നത് സപ്ലൈ വയറും, അതുപോലെ പച്ച വയർ മോട്ടറിലേക്കുള്ളത്, ചെറിയ 3 വയർ വരുന്നത് IR സെൻസറിലേക്ക് കൊടുക്കാനുള്ളതാണ്.
ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഓസ് ടാപ്പ് എടുക്കണം. എന്നിട്ട് ആ ഓസ് കണക്ട് ചെയ്യുന്ന കണക്ടറിനെ ഊരിയെടുത്തിട്ട് ഇതിൻ്റെ പുറകിൽ പിടിപ്പിക്കണം. ഈ കണക്ടറിൽ നമുക്ക് ഓസ് കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരല്പം ടഫ് ലോണും കൂടെ ചുറ്റിക്കൊടുക്കും. ഇനി നമുക്ക് ഈ പമ്പിൻ്റെ ഔട്ട്ലെറ്റും നമ്മുടെ ടാപ്പും തമ്മിൽ കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ നീല ഓസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓസ് ഈ പമ്പിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ്. ഇനി നമ്മുടെ IR സെൻസറിൽ ഇൻസുലേഷൻ ടാപ്പ് നന്നായിട്ട് ചുറ്റി അതിനെ വാട്ടർ പ്രൂഫ് ആക്കി എടുക്കണം. ഇനി നമുക്ക് നമ്മുടെ സെൻസറിനെ ഈ ടാപ്പിൻ്റെ അറ്റത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സെൻസർ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ടാപ്പിൽ നിന്ന് വേണ്ട വെള്ളം ഈ സെൻസറിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ ശകലം വേർത്തി വേണം സെറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് ഈ ടാപ്പിനെ ഒരു പ്ലൈവുഡ് പീസിൽ ഉറപ്പിച്ച് വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു അരയിഞ്ച് ക്ലിപ്പിൽ സ്ക്രൂ ഇട്ടാണ് ഇത് പിടിപ്പിക്കുന്നത്. ഇനി നമുക്കൊരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഈ ബോക്സിനെ ഈ പ്ലൈവുഡിൻ്റെ പുറത്ത് ഒട്ടിച്ച് വയ്ക്കണം. ഇനി നമുക്ക് സെൻസറിൻ്റെ വയർ കണക്ട് ചെയ്യാം. ഇനി മോട്ടറിൻ്റെ വയർ കണക്ട് ചെയ്യണം. നമ്മുടെ സിസ്റ്റത്തിൻ്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പമ്പിനെ ആ വെള്ളത്തിലോട്ട് ഇടണം. ഇനി നമുക്ക് ഈ പ്ലൈവുഡിനെ ബക്കറ്റിൻ്റെ പുറത്ത് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ടുള്ളൂ. അപ്പോൾ വെള്ളം തീരുമ്പോഴത്തേക്ക് ടാപ്പിൽ കൂടെ വെള്ളം വരണത് നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു ഫ്ലോട്ട് വാൽവ് നമ്മൾ വെള്ളം എടുക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിനകത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിലൊരു പൈപ്പ് കണക്ഷൻ കൂടെ കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ വെള്ളം കുറയണനുസരിച്ച് അത് നിറഞ്ഞു കിടന്നോളും. ഇനി നമുക്ക് ഇതിലോട്ട് സപ്ലൈ കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ വെള്ളം വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലിപ്പോൾ കൈ വളരെ അടുത്ത് കാണിക്കുമ്പോഴേ വെള്ളം വരുന്നുള്ളൂ. അപ്പോൾ നമുക്കതുകൊണ്ട് ആ ബോക്സ് തുറന്നിട്ട് ആ പ്രീസെറ്റ് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിപ്പോൾ ശരിയായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് അകലെ കാണിച്ചാലും വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ബോക്സിനെ അടച്ചു വയ്ക്കാം. ഇനി നമുക്കിതിലൊന്ന് കൈ കഴുകി നോക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി എത്തുന്നവരെയും ബൈ.